നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഒരു ഫണ്ട് ഉണ്ടാവില്ല. ലുലുവിലെ യൂസഫ് അലി സാറ് കൈപിടിച്ചു കൊണ്ടുവന്ന ആ യുവാവെന്ന് ദുബായിലെ അറിയപ്പെടുന്ന ഒരു സംരംഭകനാണ്. ഞാൻ പോകുന്നതിന്റെ തലേദിവസം രാത്രി ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, നിനക്ക് ശരിക്കും പോകണോ? ധാരാളം സക്സസ് സ്റ്റോറീസ് ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ പരാജയങ്ങളും നമ്മളാദ്യം കൊട്ടിഘോഷിക്കപ്പെടുന്നില്ലെങ്കിലും അതുണ്ട്, അത് റിയാലിറ്റിയാണ്. $33 ബില്യൺ ഗ്രോത്ത് ആണ് ബൈ 2030 അഡ്വഞ്ചർ ടൂറിസം മേഖല തന്നെ മാറാൻ പോകുന്നത്. ജീവിതത്തിൻ്റെ വിജയത്തിൽ വേണ്ടത് നല്ലൊരു തുടക്കമാണ്. ആ തുടക്കം കൈപിടിച്ച് നമ്മളെ വളർത്താൻ ആദ്യം ശ്രമിക്കുന്ന ഒരാൾ വലിയ വിജയിച്ച ഒരാളാണെങ്കിലോ എങ്കിൽ നമ്മുടെയൊക്കെ നെഞ്ചിലേറ്റിയ യൂസഫ് അലി സാറ് കൈപിടിച്ച് ബിസിനസ്സിലേക്ക് തൊഴിലിലേക്ക് കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരൻ പിന്നീട് വിജയം നേടുന്നതാണ് നമ്മൾ കാണുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ ഈ മിഡിൽ ഈസ്റ്റ് എപ്പിസോഡിൽ എന്നോടൊപ്പം ഇരിക്കുന്നത് എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ഫിറോസ് അബ്ദുള്ളയാണ്. ഇത് ദുബായ് എഡിഷനാണ്. ദുബായിലെ വിശേഷങ്ങളും ഇവിടെ ബിസിനസ് തുടങ്ങാനിരിക്കുന്നവർക്കും വഴികാട്ടിയായേക്കാം ഈ ഇൻ്റർവ്യൂ. ഫിറോസ്, സ്വാഗതം സ്പാർക്കിലേക്ക്. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്, കാരണം ഇന്ന് കാലത്ത് തന്നെ ഞാൻ താങ്കളുടെ ഈ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ടാണ് താങ്കളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അതും സ്പാർക്കിൻ്റെ മിഡിൽ ഈസ്റ്റ് എപ്പിസോഡ്. നമ്മൾ കണ്ടുമുട്ടിയ നാൾ തൊട്ട് താങ്കളുടെ കഥ സ്പാർക്കിൽ വരണമെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയാണ് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ ഇങ്ങനെ ഒരു വേദി ഒരുങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട്. ഫിറോസിന്റെ നാട് എവിടെയാണ്? നാട് തൃശ്ശൂർ. അതിനു മുമ്പ് ഈ കഥയിലേക്ക് വരാനായിട്ട് താങ്കൾ പറഞ്ഞ ഇതിൻ്റെ ഒരു ഭാഗമാവാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ കണ്ടുമുട്ടുന്നതിനേലും എത്രയോ വർഷങ്ങൾ മുമ്പ് തന്നെ എനിക്ക് ഞാൻ കണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ് സ്പാർക്ക്. അതിൽ ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ അതിലെപ്പോഴെങ്കിലും ഒന്ന് ഭാഗമാവണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന പല എപ്പിസോഡ് കാണുമ്പോഴും എനിക്കും ഇതിൻ്റെ ഒരു ഭാഗമാവണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അത് ഇവിടെ ദുബായിൽ എങ്ങനെയോ അത് ഞാൻ പോലും എഫേർട്ട് ഇടാതെ അത് സാധിച്ചു. അതിന് ഫസ്റ്റ് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട അടുത്ത് കാട്ടൂർ എന്ന് പറഞ്ഞത് നാട്ടിൽ തന്നെയായിരുന്നു പഠിച്ചത്. ഇരിഞ്ഞാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിലും നാഷണൽ സ്കൂളും, അങ്ങനെ 2 സ്കൂളിലായിരുന്നു. പിന്നെ അതിനുശേഷം ക്രൈസ്റ്റ് കോളേജിൽ, പിന്നീടാണ് അതിനുശേഷം കുറച്ച് കമ്പ്യൂട്ടർ, അന്ന് ആപ്ടെക്, NIIT അതൊക്കെയാണ് വലിയൊരു നല്ല IT മേഖലയിൽ ഇത് രണ്ടും വരുന്നല്ലോ. അതെ, early 2000 അപ്പോൾ അല്ലെങ്കിൽ 90s, late 90s അത് അപ്പോഴാണ് എൻ്റെ ഡിഗ്രി കഴിയുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് NIIT GNIT എന്ന പ്രോഗ്രാം അതും കൂടി ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യ ജോലി എവിടെയാണ്? ആദ്യ ജോലി, അതിന് വലിയൊരു നന്ദി. എനിക്ക് എപ്പോഴും ഓൾവേസ് ക്യാരി ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദാറ്റ്. ബിക്കോസ് ഒരു വലിയൊരു സ്ഥാപനത്തിലാണ് എനിക്ക് ആദ്യം തന്നെ ഒരു MNC, കോൾഗേറ്റ് പാംപൊലിവ് ഇന്ത്യ ലിമിറ്റഡ്. അവിടെയാണ് സ്വപ്നതുല്യമാണ് ഒഫീഷ്യൽ ജോലി അവിടെയാണ് തുടങ്ങിയത്. അതിനു മുമ്പ് ചെറിയ പഠിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ചെറിയ ജോലികളൊക്കെ ചെയ്തതെങ്കിലും ആഫ്റ്റർ എഡ്യൂക്കേഷൻ, ആഫ്റ്റർ ഗ്രാജുവേഷൻ, ഫസ്റ്റ് ജോബ് കോൾഗേറ്റ് പാംപൊലിവ് ഇന്ത്യ ലിമിറ്റഡിലാണ്. അതെപ്പോഴും എനിക്കൊരു പ്രൗഡാണ്. സെയിൽസിലല്ല, അത് ഞാനൊരു ടെക്നിക്കൽ സൈഡിലായിരുന്നു ജോലി ചെയ്തത്. പക്ഷേ സൗത്ത് കേരള അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടായിരുന്നു. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഡിസ്ട്രിക്റ്റിലെല്ലാം അവിടെ പോയിട്ട് അവരുടെ സ്റ്റോക്കിസ്റ്റുകളായിട്ട് പോവുകയും അവരുടെ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അത് നമ്മൾ ഓർക്കണം, കോൾഗേറ്റ് early 2000 തന്നെ ഈ സിസ്റ്റം ഒക്കെ കൊണ്ടുവരാനും അതൊക്കെ അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് അവിടെ ഒരു 3 വർഷം ജോലി ചെയ്തിരുന്നു. അതിനുശേഷമാണ് സ്വപ്നതുല്യമായ അടുത്ത തുടക്കം. അതെ, അത് ആ സമയത്താണ് ഞാൻ അറിയുന്നത് ഇവിടെ ലുലു ഗ്രൂപ്പ് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്, ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്, ഗ്രാജുവേഷന് കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വീണ്ടും ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് രീതിയാണ് ലുലു ഗ്രൂപ്പ് നടത്തി വന്നിരുന്നത്. ഇപ്പോൾ മാറിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടില് നേരത്തെ പറഞ്ഞ പോലെ യൂസഫ് അലി സാറിന്റെ വീടിന്റെ അടുത്തൊരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് ജനങ്ങൾ എത്തുകയും അവിടെ ഒരു ധാരാളം പേഴ്സണലി അത് തലേദിവസം വന്ന ആൾക്കാർ വന്ന് ദൂരെ നിന്നുള്ള ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. അവിടെ വന്ന് നിന്ന് ഈ പറഞ്ഞ പോലെ, പക്ഷെ അവിടെ വന്നതിന് ശേഷം അവർ കാറ്റഗറൈസ് ചെയ്യിക്കും. പഠിച്ചവര്, ഇത്ര വരെ പഠിച്ചവര്, PG ഉള്ളവർ, ഡിഗ്രി ഉള്ളവർ, അവരൊക്കെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യിച്ചിട്ടാണ് അവരെ നിർത്താറ്. അതല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ചോദിക്കും ഡിഗ്രി ഉള്ളൊരു കൈ ബുക്ക്, അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. ചില എല്ലാവരും അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന വരില്ല.
അപ്പൊ അങ്ങനെ കുറച്ച് പേരെ അദ്ദേഹം നേരിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത കൂട്ടത്തിൽ പെടാനുള്ള ഒരു ഭാഗ്യം വന്ന് എനിക്ക് ഉണ്ടായി. അതൊരു വലിയ കാര്യം അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ചെയ്തു. അദ്ദേഹം നമ്മുടെ CV നോക്കി സൈൻ ചെയ്ത് സെക്രട്ടറിക്ക് കൊടുത്തു. പിന്നെ ഒരു 2 മാസം വരെ വിവരമൊന്നും ഉണ്ടായിട്ടില്ല. 2 മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വിസ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്. അങ്ങനെ വിസ വന്നു, ഇവിടെ വന്നു. വീണ്ടും ഇവിടെ വന്ന ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുമല്ലോ. അങ്ങനെ വന്നതിന് ശേഷം യൂസുഫായി തന്നെ നേരിട്ട് പുതിയ ആൾക്കാരെ കാണുന്ന ഒരു പ്രക്രിയ ഉണ്ട്, പ്രോസസ്സ് ഉണ്ട് അദ്ദേഹത്തിന്. എന്നെ കണ്ട കൂട്ടത്തില് കുറച്ച് പേരെ നമ്മൾ നേരിട്ട് ഇങ്ങനെ വിവരങ്ങൾ ചോദിക്കുമല്ലോ. അപ്പൊ വീണ്ടും CV കണ്ട് ചോദിച്ചതിന് ശേഷം നമ്മളടുത്ത് അങ്ങനെ കുറച്ച് പേരെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഞാനപ്പോൾ ദുബായിലായിരുന്നു, ദുബായ് ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു അന്ന് പറഞ്ഞു. നിങ്ങൾ കുറച്ച് പേര് അബുദാബിയിലേക്ക് വരൂ, അവിടെ 2-3 ഓഫീസേഴ്സ് ഉണ്ട്, അപ്പൊ അവരായിട്ടൊരു ഇന്റർവ്യൂ നടത്തണം. അവർ ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് സെക്രട്ടറിമാരെ ഏൽപ്പിച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ അവിടെ പോയി അവരുമായിട്ടൊരു ഇന്റർവ്യൂ കഴിഞ്ഞ് അതിനുശേഷം അവര് യൂസുഫായിയുടെ അടുത്തേക്ക് വീണ്ടും വിടുകയാണ്. യൂസുഫായി ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, നമ്മള് ഇൻട്രസ്റ്റഡ് ആണ്, ഐ മീൻ ഒരു ഇന്റർനാഷണൽ കാൻഡിഡേറ്റ് ആയിട്ട് തോന്നി, നിനക്ക് എന്താണ് താല്പര്യം, എന്താണ് നിന്റെ സംഭവം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ഇത് രണ്ടും പഠിച്ചിട്ടുണ്ട്, IT പഠിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഞാൻ MSc ക്വാളിറ്റി മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പോലെ ചെയ്തു, ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ അങ്ങനെ പോകുന്നു, മാർക്കറ്റിംഗ് രീതിയിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് IT-യിലും കുറച്ചും കൂടി താല്പര്യം മാർക്കറ്റിംഗ് രീതിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ കമേഴ്ഷ്യൽ ആയിട്ട് പോകാനാണ് താല്പര്യം. അപ്പോഴാണ് നമ്മുടെ പ്രൈവറ്റ് ലേബിൾ ലുലു പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതെ, ആ തുടക്ക സമയമാണ്. അപ്പൊ ആ ടീമിലൊന്നും അധികം പേരില്ല. അപ്പൊ അത് അദ്ദേഹത്തിന്റെ അനിയൻ ഓപ്പറേഷൻസ് ഒക്കെ നോക്കുന്നത് അഷ്റഫ് സാറാണ്. അഷ്റഫായും പിന്നെ ഷമീം ഭായ്, ഇപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട്, ഈ ലുലു പ്രൊഡക്ട്സിന്റെ ഡയറക്ടറാണ് ഇപ്പോൾ ഷമീം. അപ്പൊ ഇവർ രണ്ടുപേരാണ് മെയിൻ ആയിട്ട് നോക്കിയത്. അപ്പൊ ഷമീമിന്റെ കൂടെ അങ്ങനെ എന്നെ ഏൽപ്പിച്ചു. എന്നെ തോന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ നോക്ക്. റിപ്പോർട്ടിംഗ് ടു അഷ്റഫ് ഭായ്, റിപ്പോർട്ടിംഗ് ടു ഷമീം ഭായ് ഉണ്ടാവും. ഷമീം ഭായിയുടെ കൂടെ അഷ്റഫ് ഭായ് ആയിട്ട് വളരെ ഡയറക്റ്റ് ഡെയിലി പോലെ തന്നെ ഇന്ററാക്ഷൻ. വലിയൊരു ഓപ്പണിംഗ് ആണ്. ഓഫീസിൽ തന്നെ ഇരുന്ന് അതിന് വളരെയധികം നന്ദി. എപ്പോഴും ഐ പ്രേ ഫോർ ദം, ദെയർ വെൽബീയിങ്, ദെയർ കമ്പനീസ് വെൽബീയിങ്. പിന്നെ എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന എൻ്റെ പേരൻസിനായാലും അവരോടൊക്കെ, നമ്മുടെ ഗ്രാൻഡ് പേരൻസിനോട്, എല്ലാവരോടും എപ്പോഴും ഈ കാര്യത്തിനൊക്കെ എനിക്ക് വലിയ ഗ്രാറ്റിറ്റ്യൂഡ്. അവിടെ 3 വർഷം പരിശീലന കളരി തന്നെയായിരുന്നു. കാരണം അന്ന് എനിക്ക് യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അപ്പൊ തന്നെ ഈ ലുലുവിന്റെ അണ്ടറിൽ അന്ന് തന്നെ പല രാജ്യങ്ങളിലും ഉണ്ടല്ലോ. അവിടെ എല്ലാ സ്റ്റോറിലും പോകാനും, എല്ലാ അവരുടെ ഔട്ട്ലെറ്റ് പോകാനും, അതേപോലെ തന്നെ ഈ പ്രൊഡക്ട്സ് ഒക്കെ സോഴ്സ് ചെയ്യാനായിട്ട്, ഈ പ്രൈവറ്റ് ലേബിൾ സോഴ്സ് ചെയ്യാനായിട്ട് അവരുടെ കമ്പനിയിലും ഫാക്ടറിയിലും നേരിട്ട് പോകണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പല എക്സിബിഷൻസ് അറ്റൻഡ് ചെയ്യാനും, പല ഫാക്ടറികളിൽ പോകാനൊക്കെ ആയിട്ട് പല രാജ്യങ്ങളിൽ പോയിട്ടും, തുർക്കിയും യമൻ, അങ്ങനെ പല സ്ഥലത്തൊക്കെ സ്വപ്ന തുല്യമാണ്. ഇനീഷ്യൽ ചെറുപ്രായത്തിൽ early 20s ആണ്. 3 വർഷം കഴിഞ്ഞ് പിന്നെ എന്താ ചെയ്തത്? പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു ബ്രേക്ക് അവിടെ നിന്നാണ് വരുന്നത്. കാരണം നമ്മുടെ ഇൻലോസ് അവർക്ക് ഈ എയർ കണ്ടീഷനിങ് ഇൻഡസ്ട്രിയിൽ ഗ്രിൽസ്, ഡിഫ്യൂസേഴ്സ് ഒക്കെ മാനുഫാക്ചറിങ് ഉള്ള സംഭവം. അപ്പോൾ വൈഫിന്റെ സിബ്ലിങ്സ് ഒക്കെ വളരെ ചെറുതാണ്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ ഗ്രോ ചെയ്യണം, കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിൽക്കുമ്പോൾ, അപ്പോൾ അവരെ കൂടെ കൂടുന്നോ, അതല്ലെങ്കിൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കൂടാം എന്നുള്ള ഒരു ചർച്ച വന്നതിന് തുടർന്ന് അപ്പോൾ ഞാൻ യൂസുഫായിയുടെ അടുത്ത് പറയണം ഇങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ അദ്ദേഹം, പിന്നെ അതിപ്പോഴും എൻ്റെ മനസ്സിലുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ഇതിന് ആദ്യം ആള് സമ്മതിച്ചു. അതിനുശേഷം റിസൈൻ ചെയ്ത് ഇത് കൊടുത്തതിന് ശേഷം ഞാൻ പോകുന്നതിന്റെ തലേദിവസം രാത്രി ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, നിനക്ക് ശരിക്കും പോണോ? പേഴ്സണലി അദ്ദേഹം വിളിച്ച് ചോദിച്ചു. അതെനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ആ ഫോൺ കോൾ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ പോലെ, അതെ അത്രയും ഇപ്പൊ കഴിഞ്ഞ പോലെ, ഇന്നലെ കഴിഞ്ഞ ഒരു സംഭവം പോലെ എപ്പോഴും മനസ്സിലുള്ള. അതിനുശേഷവും ആ സമയത്തൊക്കെ യൂസുഫായി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണാനും നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള വലിയ ഭാഗ്യം. കാരണം ചില മീറ്റിംഗ്സിലൊക്കെ അദ്ദേഹം ഇരിക്കും, നമ്മൾ പേരിട്ട് വിളിക്കും, എടുത്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും, മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലി ഉണ്ടല്ലോ, അത് നമുക്ക് എല്ലാവർക്കും വളരെ പ്ലീസിംഗ് ആണ്, ഡൗൺ ടു എർത്ത് ആണ്. അത് മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ ഭയങ്കര കർക്കശമാണ് എല്ലാത്തിലും. കാരണം അദ്ദേഹം ചില കാര്യങ്ങളൊന്നും മൈക്രോ മാനേജ് ചെയ്യില്ല, പക്ഷെ ഒരു ബേർഡ്സ് ഐ വ്യൂ എന്നൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ വളരെ വിഷണറിയാണ്. അപ്പോ ചില ഇൻറ്റ്യൂഷൻസും എന്നൊക്കെ, ഗട്ട് ഫീലിങ്സും ഇൻറ്റ്യൂഷൻസും എന്നൊക്കെ അതിന്റെ ഒക്കെ എന്താ പറയാ എപ്പിട്ടോമാണ്. അതെ, അതിന്റെ ഒക്കെ എപ്പിട്ടോമാണ്. ചില കാര്യങ്ങൾ അത് വിചാരിച്ചാൽ അത് അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട്, ഒബ്സർവ് ചെയ്യാനും പഠിക്കാനും അദ്ദേഹവും അഷ്റഫ് അലി ആണെങ്കിൽ അതിനപ്പുറമാണ് അദ്ദേഹം. വളരെ സൈലന്റ് ക്യാരക്ടറാണ്. പക്ഷേ
ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമുക്കൊരു ഇന്നലെ നമ്മൾ സോഹൻ റോയ് സാറിന്റെ ഇതിൽ പറഞ്ഞ പോലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഇതൊക്കെ 3 നിങ്ങൾ വർഷം. പഠിച്ചത്. ആ അപ്പൊ അങ്ങനെ ആ പഠനശേഷം അപ്പോ ഭാര്യയുടെ ബന്ധുക്കളുടെ കൂടെ കൂടിയോ അതോ? അത് ഇല്ല, അങ്ങനെ അവരൊരു കമ്പനിയിൽ ഞാൻ നേരിട്ട് അങ്ങനെ ജോയിൻ ചെയ്തില്ല. Okay. അപ്പൊ ഒരു ട്രേഡിംഗ് വേറെ രീതി ഒരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു പുതിയതായിട്ട്. ഇതിന്റെ ഒരു എക്സ്പാൻഷൻ എന്നുള്ള നിലയിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. കാരണം അത് പോകുന്നത് അങ്ങനെ പോട്ടെ, നമ്മൾ അതിന്റെ ഇടയിൽ കയറിയിട്ട് അങ്ങനെ ഒരു സാധനം വേണ്ട എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പുതിയതായിട്ട് എന്തെങ്കിലും വാല്യൂ ആഡഡ് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. ട്രേഡിംഗ് ഉണ്ടായിരുന്നത് ഒന്നുകൂടി പൊടി തട്ടിയെടുത്ത്, അപ്പൊ ആ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെന്നും അത് ഇവിടെ മിഡിൽ ഈസ്റ്റിൽ വളരെയധികം ഗ്രോയിങ് ഫേസ് ആണെന്നും ഇവിടെ മാനുഫാക്ചറേഴ്സ് കുറവാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കതൊന്ന് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വന്നിട്ട്, അപ്പോൾ നമുക്കതിന് ആ പ്രൊഡക്റ്റിൽ മാനുഫാക്ചർ ചെയ്യാനായിട്ട് അതിൻ്റെതായ നോഹവും അതൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഭാഗമാവാനായിട്ട് നമുക്ക് കിട്ടി. ഒരു കൺസൾട്ടന്റ് പോലെയാണ് അദ്ദേഹം ആദ്യം തന്നെ നമ്മൾ വന്നെങ്കിലും ഇപ്പോഴും നമ്മുടെ കൂടെ അദ്ദേഹം ഉണ്ട്. അപ്പോൾ അത് മലയാളിയല്ല, കർണാടകക്കാരനാണ്, പ്രകാശ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെയും അദ്ദേഹത്തിന് കൂടെ കൂട്ടി നമ്മൾ ചെറിയ രീതിയിൽ ഒരു ഷെഡിൽ ഉമ്മൽക്കോയിനിൽ സ്റ്റാർട്ട് ചെയ്തു, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. മാർക്കറ്റിൽ നല്ല റിസപ്ഷൻ ഉണ്ടായിരുന്നു. അത് എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ്? നമ്മള് ഈ അഡസീവ് ടേപ്സ് ആണ്, ഈ AC ഡക്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ടേപ്സ് ആണ്. അത് ടേപ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. എല്ലാ രീതിയിലുള്ള ടേപ്സ് ഉണ്ട്, കമേഴ്ഷ്യലിലും ഇൻഡസ്ട്രിയലിലും യൂസ് ചെയ്യാവുന്ന. നമ്മള് AC ഫിറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് പിള്ളേര് വന്നിട്ട് അത് ഇങ്ങനെ ഒരു ടേപ്പ് ഒട്ടിക്കുന്നത്. അത് വളരെ നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ അത് പിന്നീട് പ്രശ്നമാവും. അതെ, അപ്പോൾ ക്വാളിറ്റി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ. അപ്പൊ ആ ടേപ്സ് ആണ് ചെയ്യുന്നത്. അതോടുകൂടെ തന്നെ നമ്മൾ കാർട്ടണൊക്കെ ഒട്ടിക്കുന്ന നോർമൽ ടേപ്പ് ഉണ്ടല്ലോ, ആ ടേപ്പ് ഉണ്ട്, മാസ്കിംഗ് ടേപ്പ് ഉണ്ട്, പെയിന്റിങ്ങിന് യൂസ് ചെയ്യുന്ന ടേപ്പ് ഉണ്ട്. പിന്നെ അതിങ്ങനെ വേരിയൻസ് പതുക്കെ കൂട്ടി അത് വളരാൻ തുടങ്ങി. അത് വളരുന്ന സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി വീണ്ടും ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്തും പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചു. നമ്മളെപ്പോഴും പുതിയ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അവിടെയാണ് ഒരു വിജയം ലഭിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നല്ലൊരു കമ്പനിയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും എനിക്കൊരു നിർബന്ധമുള്ള കാര്യമായിരുന്നു. നമ്മൾ പഠിച്ചതും പിന്നെ അത് മാത്രമല്ല പിന്നെ കാണുന്നതും വളരുന്നതും. എനിക്ക് ഈ പറഞ്ഞ പോലെ വിജയിച്ചവരുടെ കഥ കാണാനും കുറച്ച് എന്തെങ്കിലും പാളിപ്പോയിട്ടുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ടായിരിക്കും അത് പരാജയപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് അതിന് പാഠം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ തിരുത്താനായിട്ട്. അപ്പൊ അങ്ങനെ ഒബ്സർവ് ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടം. അപ്പൊ അതുപോലെ എന്താ പറയാ, ഞാൻ എന്നെ തന്നെ ഒരു പീപ്പിൾസ് പേഴ്സൺ ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഒരുപാട് ഈ പറഞ്ഞ പോലെ കോൺവെർസേഷൻസ് ആയാലും ബന്ധങ്ങളായാലും സൗഹൃദങ്ങൾ ധാരാളം ഉണ്ട്, ബിസിനസ്സിലായാലും അല്ലെങ്കിലും. അപ്പൊ ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ച് നമ്മൾ പുതിയ ടെക്നോളജി ആയാലും പുതിയ മറ്റുള്ളവരെന്താ ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്ത് അങ്ങനെ നമ്മളത് അഡാപ്റ്റ് ചെയ്ത് പ്രൊഡക്ട്സ് കൂട്ടിക്കൊണ്ട്. എത്ര പ്രൊഡക്ട്സ് ഉണ്ട് ഇപ്പൊ? നമുക്ക് 100-ൽ കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ട്. ഫാക്ടറി വലുതായോ? ഫാക്ടറി ഇപ്പോ നമ്മളൊരു 100,000 സ്ക്വയർ ഫീറ്റിലാണ്. ഉമ്മൽക്കോയിലാണ്. എത്ര എംപ്ലോയീസ് ഉണ്ട് അവിടെ? അവിടെ ഇപ്പൊ നമുക്കൊരു 80-80ഓളം എംപ്ലോയീസ് ഇപ്പൊ നമുക്കുള്ളത്. അതെ. നമ്മുടെ നാട്ടില് സെയിൽസിൽ നടന്നിരുന്ന ഒരാള് നമ്മള് ദുബായിൽ വന്ന് 80 പേർക്ക് 80 കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനായി എന്നുള്ളത് വലിയ കാര്യം. അതെ, അത് ഒരു ഡെവലപ്മെന്റ്. അതേ സൈസിൽ തന്നെ ഒരു ഫാക്ടറി കൂടി ഇപ്പോ ഈ വർഷം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്തതിന്റെ ഭാഗത്തില്. നാട്ടിലും എന്തെങ്കിലും അതേപോലെ അതിന്റെ? കേരളത്തില് ഇല്ല, നമ്മള് ചെന്നൈ ബോർഡർ ആന്ധ്ര ശ്രീ സിറ്റി അവിടെ റെഗുലർ ആയിട്ട് പോകുന്ന അപ്പോളോ ടയർസ് ശ്രീ സിറ്റിയിലാണ്. അതിന്റെ അടുത്ത് നമുക്ക് ഇതിന്റെ റോ മെറ്റീരിയൽസ് അവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. താങ്കളുടെ സ്വപ്ന അല്ലെങ്കിൽ ഈ സംരംഭ ജീവിതം അവിടെ നിൽക്കുന്നില്ല, താങ്കൾക്കൊരു പാഷൻ ഉണ്ട്. അതെ, കിടക്കാം പാഷൻ. അതെ, എൻ്റെ ഒരു പ്രണയം തന്നെ പറയും, പ്രണയം തീരാത്ത അഭിനിവേശം എന്നൊക്കെ പറയില്ലേ, അതാണ് യാത്രകളോട്. കാരണം ചെറുപ്പം മുതലേ യാത്രകളെ അത്രയധികം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കാരണം ബിസിനസ് പരമായിട്ടായാലും അല്ലെങ്കിൽ യാത്രകൾ ഒരുപാട് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമ്മളിപ്പോൾ കച്ചവടത്തിൻ്റെ ആവശ്യത്തിന് പുറത്ത് പോകണമെങ്കിലും 2-3 ദിവസം എക്സ്ട്രാ നിന്ന് ആ സ്ഥലങ്ങൾ മനസ്സിലാക്കുക, ആളുകളെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചെയ്ത് പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് ഹൈക്കിംഗ്, ട്രെക്കിംഗ്, ക്യാമ്പിങ് അത് ഭയങ്കര ഇഷ്ടമാണ്. ബൈക്ക് ട്രിപ്സ് ഒക്കെ. അപ്പൊ അത് ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ നമ്മുടെ കിളിമഞ്ചാരോ, എവറസ്റ്റ് ബേസ് ക്യാമ്പ്, പിന്നെ കാശ്മീരിലൊക്കെ ഇന്ത്യയിൽ ഒരുപാട് മൗണ്ടൻസിൽ പോയിട്ടുണ്ട്. നേപ്പാളില്, അതുപോലെ US-ലും കാനഡയിലും ഒക്കെ വിസ്ലർ ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്ന ബ്ലാക്ക് കോം മൗണ്ടൻസ് എന്നൊക്കെ പറയും. അപ്പൊ അവിടെ ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ധാരാളം നാഷണൽ പാർക്സ് ഒക്കെ ഉണ്ട് US-ലൊക്കെ. അവിടെ ആഫ്രിക്കയിലൊക്കെ. എത്ര രാജ്യങ്ങൾ കവർ ചെയ്തു?
ഇപ്പൊ ഒരു 43-44 രാജ്യങ്ങൾ ആയിട്ടുണ്ട്. ഞാൻ തൊട്ട് പുറകെയുണ്ട് 38. സന്തോഷം. അപ്പൊ ഇതിൽ യാത്രയോട് ഭയങ്കര ഇഷ്ടമാണ്. യാത്രകളിൽ നമ്മൾ പഠിക്കുമല്ലോ. പക്ഷെ അത് ഒരു സംരംഭമാക്കിയോ? സംരംഭം ആക്കിയ കാരണം ഞാൻ ഒരു യാത്ര ചെയ്തപ്പോ പോയി കഴിഞ്ഞപ്പോ ഇതുപോലെ ഒരു ട്രെക്കിംഗ് ചെയ്തപ്പോ ഒബ്സർവ് ചെയ്തൊരു കാര്യമുണ്ട്. ഇപ്പൊ കാരണം ഒരു യാത്രയുടെ ഇടയിലാണ് ആ ഒരു തോട്ട് വരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാത്രയുടെ ഇടയിൽ തോട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആ ട്രക്കിങ്ങിന്റെ ഇടയിൽ. എപ്പോഴും ഉണ്ടാവുമല്ലോ, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഒരു ഫണ്ട് ഉണ്ടാവില്ല. അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്. പക്ഷെ അത് അതിന്റെ ഓർഗനൈസേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ആലോചിച്ചു അത് ഇങ്ങനെ ചെയ്താൽ കുറച്ച് നന്നാവില്ല, അങ്ങനെ ചെയ്താൽ കുറച്ച് നന്നാവില്ല എന്നിങ്ങനെ ആലോചിച്ചിട്ട്. പിന്നെ അത് മാത്രമല്ല ചില സമയത്തും പറയാറുണ്ട്, നീ പോകുമ്പോൾ ഞങ്ങളെയും വിളിക്കും. കുറച്ച് ആൾക്കാർ പറയാറുണ്ട്, സുഹൃത്തുക്കൾ. അപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് എന്ന ഒരു കാര്യം ചെയ്യാം, ഞാൻ ലീഡ് ചെയ്തിട്ട് ഒരു ട്രിപ്പ് ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു ട്രിപ്പ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടായി. അപ്പൊ ചെയ്തപ്പോ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ഭയങ്കര നല്ല രീതിയിൽ റിസീവ് ചെയ്തത് നല്ല രീതിയിൽ. കാരണം ആ ഒരു എക്സ്പീരിയൻസ് നമുക്കൊരു ഒരു ഫൺ എലമെന്റ് ആയിട്ടായാലും എന്തായാലും അതിന് ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവർക്കത് നല്ല രീതിയിൽ റിസീവ് ചെയ്തു. പിന്നെ ഒരു കമേഴ്ഷ്യലൈസ് ആയിട്ട് തന്നെ ലൈസൻസ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ഞാൻ 100% ഞാൻ തന്നെ ലീഡ് ചെയ്യുന്നു. നമ്മൾ സപ്ലൈസിനൊക്കെ കണ്ട് ഐഡന്റിഫൈ ചെയ്ത് അപ്പോഴും ആളുകൾ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കുഴപ്പമില്ലല്ലോ, സംഭവമാക്കാം. അതിനുശേഷം ഇവിടെ കാരണം ദുബായിൽ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ നിയമപരമായിട്ട് ചെയ്തില്ലെങ്കിൽ അത് പണി പാടും. അത് ഷോർട്ട് ടേം ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ വീണ്ടും അതോട് ബന്ധപ്പെട്ട ഒരു ട്രാവലിംഗ് ഒരു ട്രേഡ് ലൈസൻസ് എടുക്കുകയും പിന്നെ ആ രീതിയിൽ തന്നെ പ്രോസസ്സ് ചെയ്ത് അതിലേക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ അതൊരു സിസ്റ്റമായി. എത്ര പേര് താങ്കളുടെ യാത്ര ചെയ്തിട്ടുണ്ട്? ഇപ്പൊ നമ്മൾ അധികം ആയിട്ടില്ല തുടങ്ങിയിട്ട്. ഇപ്പൊ ഏകദേശം ഒരു 500ഓളം ആളുകൾ. കാരണം ഒരു 4 യൂറോപ്യൻ യാത്ര, എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ഒരു 2 ട്രിപ്പ്, 2-3 എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരെ പോയി. ബേസ് ക്യാമ്പിലേക്ക് 3 ട്രിപ്പ് നമ്മൾ കൊണ്ടുപോയി. പിന്നെ കിളിമഞ്ചാരോ, അതുപോലെ ബൈക്ക് ട്രിപ്പ് ആയിട്ട് ലഡാക്കിലൊക്കെ ബൈക്ക് ട്രിപ്പ് 2 ട്രിപ്പ് കഴിഞ്ഞു. ഇപ്പൊ ഈ വർഷം കുറച്ചധികം യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. യാത്രകൾ എല്ലാവരും പോകാറുണ്ട്. പക്ഷെ നിങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്? ഈ യാത്രയിൽ നിങ്ങൾ എന്താണ് എക്സ്പ്ലോർ ചെയ്യുന്നത്? നമ്മളെല്ലാവരും പോകുന്ന സ്ഥലമാണോ? നമ്മളെല്ലാവരും പോകുന്ന സ്ഥലം അതൊക്കെ തന്നെ. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ടൂറിസം ആണ്. എക്സ്പീരിയൻസ് ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം, ഓഫ് ബീറ്റ് ടൂറിസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളുകൾക്കൊക്കെ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്, കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് UAE-ലും GCC-യിലൊക്കെ വളരുന്ന കുട്ടികൾക്ക് പാല് എവിടെ നിന്നു വെച്ച് കഴിഞ്ഞാൽ അവർ പറയും സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. പശുവിനെ കണ്ടിട്ടില്ല, അതിന്റെ പ്രോസസ്സ് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ മട്ടൻ എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വീണ്ടും ലുലുലു പോയ മട്ടൻ കിട്ടുന്നു, അല്ലെങ്കിൽ ചിക്കൻ കിട്ടുന്നു. അതിന്റെ അപ്പുറത്തേക്ക് അവർ ചിന്തിക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു ഇതിലാണ് കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പൊ നാട്ടിലേക്കാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പോഴും കേരള ഗവൺമെന്റ് ആയാലും ഇന്ത്യൻ ഗവൺമെന്റ് ആയാലും അത് ധാരാളം ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി ആയാലും ആ പഴയ ഒരു ഇത് കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു, ടൂറിസം പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് മാറി, നല്ല രീതിയിൽ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗവൺമെന്റ് ആയിട്ട് തന്നെ ബന്ധപ്പെട്ട് ഞാൻ ഇതിനൊക്കെ ആയിട്ട് നമ്മുടെ ടൂറിസം മിനിസ്റ്റർ റിയാസറൊക്കെ ആയിട്ട് 2-3 ചർച്ചകളൊക്കെ കഴിഞ്ഞതാണ്. കാരണം നമ്മുടെ കേരളമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. കാരണം നമ്മൾ നല്ല ഒരു പ്ലാനിൽ കേരളത്തിലേക്ക് വരുന്നുണ്ട് നമ്മൾ. അപ്പൊ ഈ എക്സ്പീരിയൻസ് ടൂറിസം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ആളുകൾക്കായാലും വിദേശികളായാൽ പോലും ഇപ്പൊ നാട്ടിൽ വന്ന്, ഞാൻ നാട്ടിൽ പ്രത്യേകിച്ച് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ് കേരളത്തിന്റെ ഉദാഹരണം. ഇപ്പോ വയലിൽ വന്നിട്ട് നെല്ല് ചോറ് വരുന്നല്ലേ ഉള്ളൂ, അതെങ്ങനെ വരുന്നുള്ള പ്രോസസ്സ് അതും വേണ്ട. നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതയാണ് ടോഡി. ഒരു ഉദാഹരണം പറയാമെന്ന് കേട്ടോ. അപ്പൊ അതെങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നുള്ള അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആളുകൾക്ക് വന്ന് അതിനെ കണ്ട് അവർക്ക് തെങ്ങേറാൻ പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ളതിലൊക്കെ അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ബാക്കിയുള്ളതിലൊക്കെ അവർക്ക് പ്രോത്സാഹൻ പറ്റും. അതുപോലെ കയറ് ഉണ്ടാക്കാൻ കണ്ടുപഠിക്കുക, ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക. പഠിക്കുക എന്നുള്ളതിൽ അതിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് അവരെ. ഒരാഴ്ച കൊണ്ടുപോയിട്ട് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് അതിനെ ഒരു എക്സ്പീരിയൻസ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഒരു സെഗ്മെന്റ് ആണ് ഈ ഓഫ് ബീറ്റ് ടൂറിസം. അപ്പൊ നമ്മൾ ഉദാഹരണം ചോദിക്കുകയാണ്, കേരളത്തിലേക്ക് ഒരു വിദേശി വരികയാണെങ്കിൽ അവര് എവിടെയൊക്കെ പോകും? നമ്മൾ കൊച്ചിയിലേക്ക് വരും, നേരെ മൂന്നാർ, തേക്കടി, കുമരകം, നമ്മളൊരു ആലപ്പുഴ ബോട്ട് ട്രിപ്പ് ഉണ്ടാവും. പിന്നെ നമ്മള് വടക്കോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കണ്ണൂര് ഫോർട്ട്, കോഴിക്കോട് ബീച്ച്, തെക്കോട്ട് പോവുകയാണെങ്കിൽ ഒരു വടക്കോട്ട് വയനാട് കൂടി ഉണ്ട്. വയനാടുണ്ട്. നമ്മൾ തെക്കോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരം, അതുപോലെ തന്നെ കോവളം ബീച്ചുണ്ട് അല്ലേ? പൂവാറ് സാധാരണ രീതിയിൽ. ഞാൻ ചോദിക്കട്ടെ,
കേരളത്തിൽ ഇത്രയേ ഉള്ളൂ സ്ഥലങ്ങള്, എത്രയോ നല്ല സ്ഥലങ്ങൾ വരുന്നുണ്ട് അല്ലേ? നമുക്കറിയാം, നമ്മൾ സിനിമകളൊക്കെ കാണുമ്പോഴാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ വലിയ ഫേമസും അല്ല, അധികം ഫേമസും അല്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ കൊണ്ടുവരും. കാരണം ഭയങ്കര തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള, അത് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ഇഷ്ടംപോലെ ട്രാവൽ ഏജൻസീസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട്, കാരണം ഇതെന്റെ പ്രൈമറി ബിസിനസ് അല്ല, പ്രൈമറി ബിസിനസ്സിലേക്ക് ആക്കി വരുന്നുണ്ട്. പക്ഷെ ഞാനിത് പാഷനായിട്ട് അൺഎക്സ്പ്ലോർഡ് സ്ഥലങ്ങൾ, ഹിഡൻ ജെംസ് എന്ന് പറയാം, അൺഎക്സ്പ്ലോർഡ് സ്ഥലങ്ങൾ, യെറ്റ് പീപ്പിൾ വുഡ് അപ്രീഷിയേറ്റ് ഇറ്റ്. കേരളത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ കൂടെ വരും, ഫസ്റ്റ് ക്ലൈന്റ് ആയി. അതുപോലെ തന്നെ അഡ്വഞ്ചർ ടൂറിസം, ഹൈക്കിംഗ്, ട്രെക്കിംഗ്, ബൈക്കിംഗ്, അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ ആൾക്കാർ മാറി നിൽക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പൊ ധാരാളം ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, വെരി ഹാപ്പി ടു നോ. ബട്ട് സ്റ്റിൽ എന്നാലും വലിയൊരു ഗ്രോയിങ് മാർക്കറ്റാണ്. ഒരു ഞാനിപ്പോ അതിനൊരു പഠനം നടത്തുന്നത് വെച്ച് കഴിഞ്ഞാല് ഇനി $33 ബില്യൺ ഗ്രോത്ത് ആണ് ബൈ 2030 അഡ്വഞ്ചർ ടൂറിസം മേഖല തന്നെ മാറാൻ പോകുന്നത്. വലിയ മാർക്കറ്റാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമാവാനായിട്ട് ആ മാർക്കറ്റിന്റെ അതില്, പക്ഷെ അതിന്റെ 2% മാത്രമേ ഈ GCC മിഡിൽ ഈസ്റ്റിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അനലൈസ് ചെയ്ത് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ 142 കോടി ഉണ്ടല്ലോ. അതെ. അപ്പൊ ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ദുബായ്, നമ്മളിരിക്കുന്നതും ദുബായിലാണ്. അതെ. നമ്മുടെ നാട്ടില് പല ചെറുപ്പക്കാർക്കും ഇവിടെ വന്ന് ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. താങ്കളുടെ അഭിപ്രായത്തിൽ ദുബായിലേക്കൊരു ബിസിനസ് തുടങ്ങാനെത്തുന്ന ചെറുപ്പക്കാരോട് എന്താണ് പറയാനുള്ളത്? ദുബായ് എല്ലാവർക്കും ഒരു സ്വപ്ന നഗരം തന്നെയാണ്. സ്വപ്നം കാണുന്നവന്റെ പർദീസയാണല്ലോ ദുബായ് കാണുന്നത്. അതോടൊപ്പം നമ്മൾ മറക്കാൻ പാടില്ലാത്തത് ധാരാളം സക്സസ് സ്റ്റോറീസ് ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ പരാജയങ്ങളും നമ്മളാദ്യം കൊട്ടിഘോഷിക്കപ്പെടുന്നില്ലെങ്കിലും അതുണ്ട്, അത് റിയാലിറ്റിയാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വന്ന് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നുള്ള കാശ് മുഴുവനായിട്ട് ചെയ്യരുത്. ഇവിടെ വരിക. കാരണം നമ്മളൊരു സ്ഥലത്ത്, അറിയാത്ത സ്ഥലത്ത് വരികയാണെങ്കിൽ ആദ്യം അവിടെ വന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും കൂടുതൽ നമ്മൾ കണ്ടറിയണം. അപ്പോൾ അവരിവിടെ വരിക, അവരുടെ തൊഴിൽ മേഖല ഏതാണെങ്കിൽ അതവിടെ ഒരു അൺലെസ് ദേ ഹാവ് എ ഹെവി ബാക്കപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് വേറെ. അതല്ലെങ്കിൽ സാധാരണക്കാരോട് ചോദിച്ചുള്ള കാര്യം പറഞ്ഞത്, ഒരു ജോലി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, ജോലി തുടരുക, ഇവിടുത്തെ കൾച്ചർ മനസ്സിലാക്കുക. ഇവിടുത്തെ ഒരു, കാരണം ഇവിടുത്തെ ഒരു ട്രേഡിംഗ് കൾച്ചർ ആയാലും മാനുഫാക്ചറിംഗ് കൾച്ചർ ആയാലും ഇവിടുത്തെ ഓപ്പറേഷൻ കൾച്ചർ ആയാലും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക. കാരണം എന്ത് വലിയ ബിസിനസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ അത് സക്സീഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. അവരോടൊപ്പം ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്തെ പോലല്ല, നിയമങ്ങൾ വളരെ കർശനമാണ് ഇവിടെ, വളരെ കർശനമാണ്. കാരണം അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പല രീതിയിൽ ഇവിടെ കാണുന്നുണ്ട്. വളരെ കർശനമാണ് ഇവിടുത്തെ നിയമങ്ങൾ. അതിന് ഉദാഹരണമാണ് ഏറ്റവും 150 പരം അപ്രോക്സിമേറ്റ്ലി 200ഓളം നാഷണാലിറ്റീസ് ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെല്ലാം സമാധാനമായിട്ട് സന്തോഷകരമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇവിടെ നല്ല സിസ്റ്റം ഉണ്ട്, നല്ല നിയമമുണ്ട്, അതോടൊപ്പം തന്നെ നല്ല ഫ്രീഡം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ബിസിനസ് ചെയ്യാം, എല്ലാം ട്രാൻസ്പെറന്റ് ആണ്, പക്ഷെ മോണിറ്റേർഡ് ആണ്. എല്ലാം ട്രാൻസ്പെറന്റ് ആണ്, വളരെയധികം മോണിറ്റേർഡും ആണ്. സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഒരു ബൗണ്ടറി ഉണ്ട്. ബൗണ്ടറി ഇറ്റ്സ് ഫോർ അവർ ഓൺ ഗുഡ്. നല്ലതിനാണ് ബൗണ്ടറി. കാരണം അത്രയധികം സാധ്യതകൾ തുറന്നിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെയിലിയേഴ്സും ഉണ്ട് ഇവിടെ. ഫെയിലിയേഴ്സ് ധാരാളം ഉണ്ട്. ആ ഫെയിലിയേഴ്സ് വരുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് 100,000 ദിറംസ് വേണം. അപ്പോൾ കുറച്ച് കടമെടുത്തോ, ബാങ്ക് എടുത്തോ, അല്ലെങ്കിൽ 100% ഇൻവെസ്റ്റേഴ്സ് ആയിട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് 100,000 ദിറംസ് സ്വരുക്കൂട്ടി ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ ആ ബിസിനസ് തുടങ്ങാൻ എളുപ്പമാണ്. ബിസിനസ് സസ്റ്റെയിൻ ചെയ്യണമല്ലോ. അതല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുന്ന പോലെ പോയില്ലെങ്കിൽ അത് വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടേ, ഓപ്പറേഷണൽ എക്സ്പെൻസസ് വേണ്ടേ, എന്ത് ചെയ്യും? 3 മാസം കൊണ്ട് നമുക്ക് ടേൺ അറൗണ്ട് ആയിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ പേപ്പേഴ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ്. 12 months കൊണ്ട് നമ്മൾ ബ്രേക്ക് ഈവൺ ആവുന്നു, 10 months കൊണ്ട് ബ്രേക്ക് ഈവൺ ആയിരുന്നു. അതായില്ലെങ്കിൽ പ്ലാൻ ബി എന്താ? അപ്പൊ പിന്നെ വീണ്ടും കടം ചോദിക്കണം. കടം ചോദിച്ചാൽ പഠിക്കാതെ ഇറങ്ങരുത്. റിസ്ക് എടുത്ത് വിജയിക്കുന്നവരുണ്ട്. അത് നമ്മൾ 10 പേര് വിജയിക്കുമ്പോൾ 100 പേര് അത് സ്ട്രഗിൾ ചെയ്യാണ് അവിടെ. അപ്പൊ നമ്മൾ വിജയിച്ചവരുടെ സ്റ്റോറി മാത്രം നോക്കരുത്. അത് അത്രയും മാർജിൻ ബാക്കപ്പ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പൊ 6 മാസം നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്യാനുള്ള ഫണ്ട് എൻ്റെ അടുത്തുണ്ട്, അതല്ലെങ്കിൽ എനിക്ക് ബാക്ക് ചെയ്യാനുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അതല്ലെങ്കിൽ വേറൊരു ബാങ്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി. പക്ഷെ മേടിക്കുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു വകുപ്പ് വേണം. മേടിക്കാൻ എളുപ്പമാണ്, തിരിച്ചു കൊടുക്കാൻ പറ്റാത്താകുമ്പോഴാണ് പ്രശ്നങ്ങൾ ചോദിച്ചോട്ടെ. ദുബായിൽ നിന്ന് തുടങ്ങാൻ പറ്റിയ നല്ല ബിസിനസ്സുകൾ എന്താണ്? ഇപ്പൊ ദുബായിൽ പുറത്തുനിന്ന് സാധാരണ രീതിയിൽ പെട്ടെന്ന് ആദ്യം
കാണുന്ന റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് ഡെഫിനറ്റ്ലി നല്ലൊരു സംരംഭം തന്നെയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നല്ല രീതിയിൽ റിട്ടേൺസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ, അൺഎക്സ്പ്ലോർഡ് അല്ലെങ്കിൽ ലെസ് ഡിസ്കസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിലുള്ളവർ മാത്രം ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് AI, അതുപോലെ സൈബർ സെക്യൂരിറ്റി, അതുപോലെ ഫുഡ് സെക്യൂരിറ്റി. കാരണം UAE 100% പിന്നെ ഇൻഡിപെൻഡന്റ് ആവണം, അല്ലെങ്കിൽ സ്വയം പര്യാപ്തം ആവണം എന്ന് വിചാരിച്ച് ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരികയാണ്. അതുപോലെ മാനുഫാക്ചറിങ്, പ്രൊഡക്ഷൻ, ഫുഡ് പ്രോസസ്സിങ് വെറുതെ നോർമൽ അല്ല. അവരതും ഈ ഹൈഡ്രോപോണിക്സിന്റെയും അക്വാപോണിക്സിന്റെ ഒക്കെ എന്താ പറയാ ഹൈടെക് രീതിയിൽ AI ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. അതിന് സബ്സിഡി വരെ കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. നിങ്ങൾ നല്ല പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടോ, കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബാങ്ക്സ് മാത്രം ഉണ്ട് ഇവിടെ. ഇപ്പൊ എമിറേറ്റ്സ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നൊക്കെ പറയുന്നത് സാധാരണ ബാങ്ക് പോലെയല്ല. അവര് നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പാർട്ട്ണർ ആവാണ്. അതും ചെറിയ ലോങ് ടേം അല്ല, ഷോർട്ട് ടേം അല്ല, ലോങ് ടേം നിങ്ങൾക്ക് ഒരു കൺവീനിയൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ സർവീസസ് ഉണ്ട്. പിന്നെ ഈ IT AI ആണെങ്കിൽ വീണ്ടും ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാണ്. പിന്നെ മാനുഫാക്ചറിംഗിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി എൻഡ് ഓഫ് ദ ഡേ റിയൽ എസ്റ്റേറ്റ്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവരടുത്ത് നമ്മൾ പറയുന്ന എല്ലാവരും പറയുന്ന പഴയൊരു സംഭവമാണ് ഡോൺ പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ ദ സിംഗിൾ ബാസ്കറ്റ്. അതെപ്പോഴും വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടാവും. വളരെ സൂക്ഷിച്ചു വേണം. കടം മറ്റുള്ളവരെ 100% ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യാതിരിക്കുക. എത്രത്തോളം നമുക്ക് ബാധ്യത കുറവാണോ അത്രത്തോളം നമുക്ക് സമാധാനം ഉണ്ടാവും കച്ചവടം ചെയ്യാൻ, അതല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള നമുക്ക് ഫ്രീഡം ഉണ്ടാവും. എനിക്ക് പ്രൗഡ്ലി പറയാൻ പറ്റുക, നമ്മളിപ്പോ ഒരു 100% ഒരു 100 ആണ് നമ്മുടെ വാല്യൂ എന്നുണ്ടെങ്കിൽ less than 20 നമുക്ക് ലയബിലിറ്റി ഉള്ളൂ, ബാങ്ക് ആയാലും മറ്റുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്കൊരു വളരെ സംതൃപ്തിയും സമാധാനവും മറ്റുള്ള കാര്യങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനും കമ്പനിയിൽ നോക്കാനും ഒക്കെ ഒരു സമാധാനമുണ്ട്. താങ്കളോട് വന്നിട്ട് എത്ര വർഷമായി? ഇപ്പൊ 20 years കഴിഞ്ഞു. ഈ 20 വർഷം നമ്മളൊക്കെ ഭാരതീയരാണ്. ആ സ്നേഹവും ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ, ദുബായ്, ഈ ഭരണകൂടവും ഈ രാജ്യവും മറ്റു രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ വ്യത്യസ്തമാവുന്നത്? എങ്ങനെയാണ് ഇവരിങ്ങനെ ഈസിലി ആൾക്കാർ കമ്പയർ ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടില് ദുബായിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് പറയാൻ എളുപ്പമാണ്. കാരണം നമ്മുടെ നാട്ടിൽ 140 കോടി ജനങ്ങളുള്ള, ഡെമോക്രസി ഉള്ള നമ്മുടെ സിസ്റ്റം തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ എന്താ പറയാ രാജ്യമാണ്. നമ്മുടെ ഒരു ജില്ലയുടെ അത്രേ ഉള്ളൂ ഈ രാജ്യം മൊത്തം. പോപ്പുലേഷനോ ഇപ്പൊ ഒരു 12-13 മില്യൺ പോപ്പുലേഷനേ ഉള്ളൂ. കേരളത്തിന്റെ ഒരു 2-3 ജില്ലയുടെ അത്ര പോപ്പുലേഷനേ ഉള്ളൂ. അപ്പോ അങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ ഒരു സിസ്റ്റം കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഗുണം എന്ന് പറയുകയാണെങ്കിൽ നല്ല വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട് അവർക്ക്. പിന്നെ ഡെമോക്രാറ്റിക് കൺട്രി അല്ല, അപ്പൊ അവർ തീരുമാനങ്ങൾ ഫാസ്റ്റ് ആണ്, ഇംപ്ലിമെന്റേഷൻ ഫാസ്റ്റ് ആണ്, ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചാനൽസ് എളുപ്പമാണ്. ചെറിയ പോപ്പുലേഷൻ ആയതുകൊണ്ടും ചെറിയ രാജ്യം ആയതുകൊണ്ടും മോണിറ്റർ ചെയ്യാൻ എളുപ്പമായതുകൊണ്ടും ഓൾറെഡി സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വെച്ചതുകൊണ്ടും ഇംപ്ലിമെന്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു വിഷണറി ലീഡർഷിപ്പ്. പിന്നെ അവർക്കുള്ള ഒരു കാര്യം, ഇവിടുത്തെ ലീഡേഴ്സിനുള്ള ഒരു ആർജവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലും നമ്പർ വൺ ആവണം എന്നുള്ള ആഗ്രഹം മാത്രമല്ല, അത് അവൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അവർ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നു, ടാലൻസിനെ കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മളറിയാത്ത ഒരു കുറേ സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നായാലും നിങ്ങൾക്ക് ടാലന്റ്, എഡ്യൂക്കേഷൻ എല്ലാവരും നോക്കുന്നത്, നിങ്ങൾക്ക് ടാലന്റ് ഉണ്ടോ, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ അല്ല, നിങ്ങൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് വിൽ പേ യു. ഇവർ ഐഡിയാസ് കൊണ്ടുവരാനും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനും സഹായിക്കാനും ഒക്കെ ആയിട്ട്. അത് പ്രത്യേകിച്ച് AI-ലും ടെക്നോളജിയിലൊക്കെ അവർ അങ്ങനെ ഒരുപാട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ധാരാളം സപ്പോർട്ടും സംരംഭങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെ പുറത്തും ഇപ്പൊ UK നിന്നും US നിന്നും നാട്ടിൽ നിന്നൊക്കെ ഉള്ള ടാലൻസിനെ കൊണ്ടുവന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഇപ്പൊ ടാക്സേഷൻ വരുന്ന എല്ലാം കാര്യങ്ങളൊക്കെ വരുന്നു. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്, they want to be the number one. അതിൽ കോംപ്രമൈസ് ഇല്ല. അതാവുന്നുണ്ട്. അതിനുള്ള ആർജം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. അപ്പൊ അതിന് നല്ല ഭയങ്കര ടോളറൻസ് ആണ് ഇവർക്ക്, ഇവിടുത്തെ ലീഡേഴ്സിന്. കാരണം അഗെയിൻ 150 more than 150 to 200ഓളം നാഷണാലിറ്റീസ് ഇവിടെ താമസിക്കാൻ, ഇത്ര ആൾക്കാർ ഇവിടെ താമസിക്കാൻ, അവരുടെ കൾച്ചേഴ്സ് ഉൾക്കൊള്ളുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻസ് ആണല്ലോ ഇവിടെ ഒരുവിധം ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യൻസിനാണെങ്കിൽ ഇപ്പോൾ ടെമ്പിൾ ഉണ്ട്, ചർച്ച് ഉണ്ട്. അപ്പൊ അവരുടെ കൾച്ചറൽ സംഭവങ്ങൾ അവർ ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ പൂരം വരെ 3 തൃശ്ശൂർ പൂരമാണ് എല്ലാ വർഷവും, 2-3 തൃശ്ശൂർ പൂരമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ എല്ലാ കൾച്ചറിലും അവർ നടക്കുന്നുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ പറയില്ല 1000 കോഴിക്ക് അരക്കാടാന്ന് പറഞ്ഞാൽ ഇവിടെ 10,000 ജനങ്ങൾക്ക് ഒരു പോലീസിന്റെ ഒരു നിന്നാ മതി. സൈലന്റ് ആണ്. എല്ലാവരും പീസ്ഫുൾ ആയിട്ട് പോയി. അതാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പൊ അതിന് നമ്മള് സല്യൂട്ട് ചെയ്യാൻ വേണം. സല്യൂട്ട് ചെയ്ത് ഫിറോസ്,
നമ്മളൊക്കെ കണ്ടുമുട്ടുന്ന IPA വഴിയാണ്. അതെ, നെറ്റ്വർക്കിംഗ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് നെറ്റ്വർക്കിംഗ് എന്നുള്ളത്. യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്കിംഗ് എന്നാണ് പറയുന്നത് അല്ലേ? അതിൻ്റെ പ്രാധാന്യം എന്താണ് ദുബായിലേക്ക് വരുന്നത്? അതിന്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും. കാരണം നമ്മുടെ നെറ്റ്വർക്ക് കൂടുന്തോറും അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു ബിസിനസ്സിലെ കാര്യം പറയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അതർവൈസ് ഓൾസോ, ഇപ്പൊ എൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അപ്പൊ അത് വേറൊരാൾക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5-6 ഫോൺ കോളിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ വളർന്നതോടൊപ്പം മറ്റുള്ളവർ വളരണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അതല്ലാതെ അവൻ വളരരുത്, ഇവൻ വളരരുത് എന്നുള്ള അങ്ങനെ ഉണ്ടാവാം, അതെല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഏത് കൊലയിലും ഒരു പേടുണ്ടെന്ന് പറയുന്നത് നമ്മൾ കണ്ടുമുട്ടുന്ന പോലെ IPA വെച്ചിട്ടാണ്. ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സിന്റെ ചെയർമാൻ ശ്രീ റിയാസ് ഓഫീസിലിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം ഞാൻ വളരെ കാഷ്വൽ ആയിട്ട് കഴിഞ്ഞ ദിവസമാണ് പറയുന്നത്, റിയാസ് ഭായി എനിക്ക് സ്പാർക്കിന്റെ ഷൂട്ട് ചെയ്യണം, എവിടെ ചെയ്യണം? അപ്പൊ എന്നോട് പറയാണ് നമ്മുടെ ഫിറോസ് അബ്ദുള്ള ഉണ്ടല്ലോ, അവിടെ ഇരുന്നാണ് ഫോൺ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു ഫിറോസ് എനിക്കറിയാമല്ലോ, അത് ശരി. ഈ കണക്ഷൻ അതാണ് ഏറ്റവും ഭയങ്കര സപ്പോർട്ടീവ്. അങ്ങനെയുള്ള ധാരാളം അസോസിയേഷൻസും ധാരാളം പ്ലാറ്റ്ഫോംസ് UAE യിലുണ്ട്. പിന്നെ ഒരുപാട് അസോസിയേഷൻസ് നാട്ടിലെപ്പോഴും പറയാറുണ്ടല്ലോ, ഓണം ഇവിടെ ക്രിസ്മസ് ആയാലും ഓണം കഴിയില്ല എന്നുള്ളത്. അതിന്റെ ഉദാഹരണമാണല്ലോ. എല്ലാ ആഴ്ച ആഘോഷിച്ച സെലിബ്രേഷനാണ്. അതുകൊണ്ട് ആളുകൾ അങ്ങോട്ടും കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻ. താങ്കളുടെ ഭാവി സ്വപ്നങ്ങൾ എന്താണ്? ഭാവി സ്വപ്നങ്ങൾ ഈ നെറ്റ്വർക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ നെറ്റ്വർക്ക്, എന്റെ നെറ്റ്വർക്ക് ആയ ഈ നെറ്റ്വർക്ക് നല്ല രീതിയിൽ ഇപ്പൊ തന്നെ അൽഹംദുലില്ലാ, താങ്ക് ഗോഡ്, നല്ല നമുക്ക് കണക്ഷൻസും കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. ബട്ട് എന്നാലും കൂടുതൽ സൗഹൃദങ്ങൾ വളർത്തുക. പിന്നെ നമ്മുടെ ഈ ടൂറിസം മേഖലയിലുള്ള ഒരു എക്സ്പീരിയൻസ് ടൂറിസം ഉണ്ടല്ലോ, അത് ഇന്ത്യയിലും വേൾഡിലൊക്കെ ആയിട്ട് പലയിടത്തേക്കും നല്ല രീതിയിലേക്ക് അത് വളർത്താനാണ് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഇതിന് നമ്മൾ പറയില്ലേ, ഇപ്പോൾ സ്റ്റാർട്ടപ്സ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞാൽ വേറെ ഒരു ജയൻസ് വന്ന് നമ്മൾ എക്വയർ ചെയ്യാന്നുള്ള സാധനം, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം നമുക്ക് വളർത്താൻ ഒരു കപ്പാസിറ്റി, ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് നമ്മൾ കൂടുതൽ ആളുകൾ കൂടിയാലേ ഇതൊക്കെ നടക്കുള്ളൂ. ഒരാൾ മാത്രം ടൂറിസത്തിന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ, ആഗ്രഹിക്കുന്നുണ്ട്. കോർ ബിസിനസ് മാനുഫാക്ചറിംഗിൽ നമ്മളെ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ പ്രോഡക്ട്സിനെ ഒരു ബെഞ്ച് മാർക്ക്, ആ ഇൻഡസ്ട്രിയിൽ ഒരു ബെഞ്ച് മാർക്ക് ആക്കി ഉയർത്താൻ, അതിനുള്ള ക്വാളിറ്റി ആയിട്ടുള്ള അത്രയും UAE നമ്മൾ വൈഡ്ലി അക്സെപ്റ്റഡ് ആണ്. നമ്മുടെ മേജർ ആയിട്ടുള്ള എല്ലാ കൺസൾട്ടൻസും, നമ്മുടെ മേജർ ബ്രാൻഡ് എന്ന് പറയുന്നത് എയർ മാസ്റ്റർ എന്നാണ്. എയർ മാസ്റ്റർ ആൻഡ് അഡ്വാൻസ്, കമ്പനിയുടെ പേര് അഡ്വാൻസ് പാക്കേജിംഗ് എയർ മാസ്റ്റർ ഗ്രൂപ്പ് എൻ്റെ അടുത്തുള്ള വരുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ആമസോൺ, നൂൺ അങ്ങനെയുള്ള കമ്പനീസിനൊക്കെ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയുടെ പേരെന്താണ്? ഗ്രീൻ ചെറി മാർക്കറ്റിംഗ് ഏജൻസി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പോഡ്കാസ്റ്റിംഗ് സ്റ്റുഡിയോ താങ്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഈ ഷൂട്ട് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അതും താങ്കളുടെ ഒരു കർമ്മ മേഖലയാണ്. ഇതിന്റെ ഫ്രണ്ട് ഫേസ് എൻ്റെ ഒരു സുഹൃത്താണ് ലിനി പണിക്കർ. അവരാണ് ഇതിന്റെ വുമൺ ബിഹൈൻഡ് ദ ഷോ. നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇപ്പൊ നെറ്റ്വർക്കിംഗിൽ നമ്മൾ നേരത്തെ പറയല്ലോ, ബിസിനസ്സിൽ നമ്മൾ എല്ലാത്തിന്റെ ഒരു ഭാഗമാവാൻ എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു വേറൊരു ഗുണമുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ നമ്മൾ പറയണ്ടായിരുന്നു, നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാം പറഞ്ഞിട്ടല്ല നമ്മൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറിയാവുന്നവരുടെ കൂടെ നമ്മളൊരു ഭാഗമാവാണ്. അപ്പോൾ അങ്ങനെ ദുബായ് ഒരുപാട് പേർക്ക് ഗ്രോ ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. വർക്കേഴ്സിന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും ബിസിനസിന്റെ ഭാഗമാവുന്നുണ്ട് അവര്. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അതൊരു കൾച്ചറാണ്. UAE-ലുള്ള ഒരു കൾച്ചറാണത്. ഇപ്പൊ ഒരുപാട് പേര് റെസ്റ്റോറൻറ്റ്സിൽ പാർട്ട്നേഴ്സ് ആണ്, ഗ്രോസറിയിൽ പാർട്ട്നേഴ്സ് ആണ്, സൈലന്റ് ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പൊ അതിന്റെ വളർച്ചയുടെ ഭാഗമാണ്. അപ്പോൾ അവരും വളരെയാണ്, ഇവരും വളരെയാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ പോകുന്നു തുടങ്ങുമ്പോൾ നെറ്റ്വർക്ക്. അപ്പോൾ ഈ മാനുഫാക്ചറിങ് ആ ഒരു ഇതിനകത്ത് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആഡ് ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പം ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലേക്കും പിന്നെ യൂറോപ്യൻ മാർക്കറ്റിലേക്കൊക്കെ ഈ നമ്മുടെ പ്രോഡക്ട്സ് എത്തിക്കാനുള്ളൊരു ശ്രമം ഇപ്പോൾ ഉണ്ട്. ഓൾറെഡി കുറച്ചൊക്കെ ചില പ്രോഡക്ട്സ് ഒക്കെ പോകുന്നുണ്ട്. നമ്മുടെ ബ്രാൻഡിങ് നല്ല രീതിയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിക്കണം. ആയിക്കോട്ടെ. അപ്പോൾ കോൾഗേറ്റ് പാം ഓയിൽ തുടങ്ങി ലൂലുവിലൂടെ യൂസഫ് അലി സാർ കൈപിടിച്ച് ഒന്ന് കയറ്റിവിട്ട ചെറുപ്പക്കാരൻ എൻ്റെ മുന്നിലിരിക്കുകയാണ് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ വലിയ സ്വപ്നങ്ങളുമായി. അപ്പോൾ എല്ലാ ആശംസകളും താങ്കൾക്ക് നേരുകയാണ്. നിങ്ങൾ കേട്ടു, ഫിറോസ് അബ്ദുള്ള എന്ന യുവ തൃശ്ശൂർക്കാരനാണ്. അദ്ദേഹം കോൾഗേറ്റ് പാം ഓലിവിൽ സെയിൽസിൽ അദ്ദേഹം ടെക്നിക്കൽ സൈഡിലായിരുന്നു. പക്ഷേ ഒരു അനുഗ്രഹം കിട്ടുന്നത് ചിലരൊക്കെ നമ്മളൊന്ന് കൈപിടിച്ച് സഹായിക്കുമ്പോഴാണ്. ലൂലുവിലെ യൂസഫ് അലി സാറ് കൈപിടിച്ചു കൊണ്ടുവന്ന ആ യുവാവെന്ന്
ദുബായിൽ അറിയപ്പെടുന്ന ഒരു സംരംഭകനാണ്. അദ്ദേഹം നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കർമ്മമേഖല പാക്കേജിങ് അഡസീവ് ടേപ്സ് ആണെങ്കിൽ അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നത് അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ പേരിലാണ്. വളരെ സന്തോഷമുണ്ട്. മലയാളികളായ പല സംരംഭകരും നാട് വിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ പിന്നീട് ഒരു സംരംഭം തുടങ്ങി നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭകരായി വളരുന്നതിൽ ഇത്തരം മാതൃകാപരമായ സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. ഇനിയും വിജയങ്ങളുണ്ടാവട്ടെ. ഫിറോസ്, താങ്കളുടെ സുഹൃത്താണെന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. അതോടൊപ്പം സ്പാർക്കിൻ്റെ ഈ മിഡിൽ ഈസ്റ്റ് എഡിഷന് തുടക്കം കുറിക്കാൻ താങ്കളുടെ വേദിയിലിരുന്ന് താങ്കളെക്കുറിച്ച് സംസാരിക്കാനായാലും ഏറ്റവും അധികം അഭിമാനിക്കുന്നു. ഇനി ഉയരങ്ങളിലെത്തട്ടെ. താങ്ക് യു. അതുപോലെ സ്പാർക്കിൻ്റെ കഥകൾ ഇനിയും ധാരാളം വരണം. കാരണം വളരെയധികം ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. ഇതുപോലുള്ള ധാരാളം ആളുകളിലേക്ക് ഇതെത്തണം, ആളുകളിൽ വരണം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ ഹാവിങ് മീ.